വാഹനാപകടത്തെ തുടർന്ന് വലത് കാലിലെ പെരുവിരൽ മുറിച്ചു മാറ്റേണ്ടി വന്ന വ്യക്തിക്ക് ലഭിച്ച കോമ്പൻസേഷൻ കഴിഞ്ഞ വീഡിയോയിൽ നാം വിശദമായി കണ്ടു. സ്ക്രീനിൽ കാണുന്നത് മറ്റൊരു MACT കോടതിയുടെ അവാർഡാണ്. ഇത് 2018 അപകടമാണ്. പരാതിക്കാരൻ ഒരു കാൽനട യാത്രക്കാരനായിരുന്നു. ഒരു കാർ വന്നിടിച്ചാണ് അപകടമുണ്ടായത്. അപകട സമയത്ത് അദ്ദേഹത്തിന് 60 വയസ്സുണ്ടായിരുന്നു. ഇതിൽ ഇഞ്ചുറി പറഞ്ഞിരിക്കുന്നത് പാരഗ്രാഫ് നമ്പർ 12 ഫ്രാക്ചർ ഇലിയം, ഫ്രാക്ചർ പ്യൂബിക് റാമി റൈറ്റ് വിത്ത് ഡിസ്റപ്ഷൻ ഓഫ് SI ജോയിന്റ്സ്, ഫ്രാക്ചർ റൈറ്റ് ക്ലാവിക്കിൾ ഇവയാണ് പരിക്കുകൾ. അതായത് ഫ്രാക്ചർ ഇലിയം ഇടുപ്പെല്ലിന്റെ മുകൾ ഭാഗത്തെ അസ്ഥിക്കുണ്ടായ ഒടിവ്, ഫ്രാക്ചർ പ്യൂബിക് റാമി റൈറ്റ് അതായത് ഇടുപ്പിന്റെ മുൻഭാഗത്തെ അസ്ഥിക്ക് വലതുവശത്തുണ്ടായ ഒടിവ്, ഡിസ്റപ്ഷൻ ഓഫ് SI ജോയിന്റ് അതായത് നട്ടെല്ലിന്റെ താഴത്തെ അറ്റവും ഇടുപ്പെല്ലും തമ്മിൽ ചേരുന്ന സന്ധിക്ക് ഉണ്ടായ സ്ഥാനചലനം, ഫ്രാക്ചർ റൈറ്റ് ക്ലാവിക്കിൾ വലതുവശത്തെ തോളലിന് ഉണ്ടായ ഒടിവ്. 14ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് അഡ്മിഷൻ 8/2/2018 ഡിസ്ചാർജ് 26/4/2018 അതായത് 77 ദിവസം ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കേണ്ടി വന്നിട്ടുണ്ട്. പാരഗ്രാഫ് 15 പറയുന്നത് പ്രകാരം പ്രൈവറ്റ് ഡോക്ടറിന്റെ 17.99% ഡിസബിലിറ്റി രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. എന്നാൽ ഞാൻ മുൻപറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രൈവറ്റ് ഡോക്ടർ ഇഷ്യൂ ചെയ്ത ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ഡോക്ടറിനെ കോടതിയിൽ വിസ്തരിക്കണം. അതല്ലെങ്കിൽ കോടതി എടുക്കുന്ന ഡിസബിലിറ്റി പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും. ഈ കേസിൽ ഡോക്ടറിനെ വിസ്തരിച്ചിട്ടില്ല. അതുകൊണ്ട് 8% ഡിസബിലിറ്റിയാണ് കോടതി എടുത്തിട്ടുള്ളത്. ഇനി 20ാമത്തെ പാരഗ്രാഫ് നോക്കാം. ലോസ് ഓഫ് ഏണിങ്സ് ക്ലെയിം ചെയ്തത് 5 ലക്ഷം രൂപയാണ്. കോടതി അനുവദിച്ചത് 50,000 രൂപയാണ്. അതായത് 10,000 രൂപ വെച്ച് 5 മാസം. ഇവിടെ 2018 ആക്സിഡന്റ് ആണ്. രാമചന്ദ്രപ്പ വേഴ്സസ് റോയൽ സുന്ദരം എന്ന കേസിലെ ജഡ്ജ്മെന്റ് പ്രകാരം 2018 ആക്സിഡന്റിന് മാസവരുമാനം 11,500 രൂപ കണക്കാക്കേണ്ടതായിരുന്നു. ഇവിടെ പാരഗ്രാഫ് നമ്പർ 13 പറയുന്നത് പരാതിക്കാരൻ ഒരു ഇലക്ട്രീഷ്യൻ ആണെന്നും മാസം 30,000 രൂപ വരുമാനം ഉണ്ടെന്നുമാണ്. പക്ഷേ അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് കോടതി മാസവരുമാനം 10,000 രൂപയായി കണക്കാക്കി. അപ്പീൽ ഫയൽ ചെയ്താൽ ഈ ഹെഡിൽ 11,500 രൂപ മാസവരുമാനം കണക്കാക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്ത ഹെഡ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ആണ്. 50,000 രൂപ ക്ലെയിം ചെയ്തു. 8,000 രൂപ കോടതി അനുവദിച്ചു. അടുത്ത ഹെഡ് എക്സ്ട്രാ നരിഷ്മെന്റ് ആണ്. 50,000 രൂപ ക്ലെയിം ചെയ്തു. കോടതി അനുവദിച്ചത് 2,000 രൂപയാണ്. ഈ ഹെഡിലും അപ്പീൽ ഫയൽ ചെയ്താൽ എൻഹാൻസ് ചെയ്ത് കിട്ടാവുന്നതാണ്. അടുത്തത് ഡാമേജ് ടു ക്ലോത്തിങ് ആണ്. 25,000 രൂപ ക്ലെയിം ചെയ്തു. 2,000 രൂപ കോടതി അനുവദിച്ചു. അടുത്തത് ബൈസ്റ്റാൻഡർ എക്സ്പെൻസ് ആണ്. 50,000 രൂപ ക്ലെയിം ചെയ്തു. ഒരു ദിവസം 300 രൂപ വെച്ച് 77 ദിവസം, അങ്ങനെ ആകെ 23,100 രൂപ കോടതി അനുവദിച്ചു. അടുത്തത് മെഡിക്കൽ എക്സ്പെൻസ് ആണ്. 5 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. ബില്ലുകളൊന്നും ഹാജരാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് കോടതി ഒന്നും അനുവദിച്ചിട്ടില്ല. അടുത്തത് പെയിൻ ആൻഡ് സഫറിങ്സ്. 3 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. 80,000 രൂപ കോടതി അനുവദിച്ചു. അടുത്തത് ലോസ് ഓഫ് അമനിറ്റീസ്. 5 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. 40,000 രൂപ കോടതി അനുവദിച്ചു. അടുത്തത് പെർമനന്റ് ഡിസബിലിറ്റിയിൽ 15 ലക്ഷം രൂപയാണ് ക്ലെയിം ചെയ്തത്. പക്ഷെ കോടതി അനുവദിച്ചത് 67,200 രൂപയാണ്. അതായത് 10,000 രൂപ ഇൻകവും 8% ഡിസബിലിറ്റിയും എടുത്തത് കൊണ്ടാണ് കോമ്പൻസേഷൻ ഫോർ പെർമനന്റ് ഡിസബിലിറ്റി 67,000 രൂപയിൽ ഒതുങ്ങിയത്. ഞാൻ പറഞ്ഞ ജഡ്ജ്മെന്റ് പ്രകാരം 11,500 രൂപ ഇൻകം എടുക്കുകയും 17.99% ഡിസബിലിറ്റി പരിഗണിക്കുകയും ചെയ്താൽ അത് 1,73,783 രൂപയായി മാറും. അപ്പീൽ ഫയൽ ചെയ്താൽ അത് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ കേസിൽ ക്ലെയിം ചെയ്തത് ആകെ 15 ലക്ഷം രൂപയാണ്. കോടതി അനുവദിച്ചത് 2,72,300 രൂപയും 8% പലിശയും കോസ്റ്റുമാണ്.
ഇതിൽ ബിൽസ് അനുവദിച്ചിട്ടുമില്ല. അതായത് ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന ഇഞ്ചുറി സംഭവിച്ച ഇതേ പ്രായത്തിലുള്ള ഒരാൾക്ക് ലഭിക്കുന്ന കോമ്പൻസേഷൻ ഇതിനോടനുബന്ധിച്ചുള്ള ഒരു തുകയായിരിക്കും. ഓർക്കുക, പ്രായം കുറയുന്നതിനനുസരിച്ച് കോമ്പൻസേഷൻ കൂടും. മെഡിക്കൽ ബോർഡ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലും ഈ കേസിൽ കോമ്പൻസേഷൻ കൂടുതൽ ലഭിക്കാവുന്നതാണ്. താങ്ക് യു.